ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. മാറ്റിന് കഴിഞ്ഞപ്പോൾ വാഴ 2വിൻ്റെ അഭിപ്രായങ്ങൾ മാറിയോ എന്നുള്ള ചോദ്യമാണ്. ആദ്യ മണിക്കൂറുകളിൽ സിനിമയ്ക്ക് അത്ര മികച്ച രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നില്ല. ഫസ്റ്റ് ഹാഫ് സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്ര മികച്ചതല്ല എന്നുള്ളതാണ് ആദ്യ റിപ്പോർട്ടുകൾ വന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് മിന്നിച്ചിരിക്കുന്നു, സിനിമ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കടക്കുന്നു എന്നുള്ള വാർത്തയും നമ്മൾ കണ്ടു. ഇനി ആദ്യ ഷോ കഴിയുമ്പോൾ നമുക്കറിയാം കൂടുതലും ഫാൻസും അങ്ങനെയുള്ളവരുമൊക്കെ ആണെങ്കിൽ പിന്നീടുള്ള ഷോകൾ സാധാരണ ആളുകൾ കയറുന്നതാണ്. ഇവിടെ മാറ്റിന് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കുകയാണ്, വേറെ ഒന്നുമല്ല, അതിഗംഭീരമായിട്ടുള്ള സിനിമയായി മാറുന്നു. ഒരു മാറ്റവുമില്ല. നമ്മൾ കേട്ടതിൽ നിന്ന് ഏറെ വ്യത്യസ്തത പുലർത്തുന്ന വേറെ ഒന്നുമില്ല, വാഴ എന്ന ചിത്രമാണ് മികച്ചതെന്നായിരുന്നു ആദ്യ പ്രതികരണത്തിൽ കേട്ടതെങ്കിൽ ഇപ്പോൾ വാഴ എന്ന ചിത്രത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ചിത്രമാണ് വാഴ 2 എന്ന് തന്നെ പറയുന്നത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് നമ്മൾ ആദ്യം പറഞ്ഞ റിവ്യൂലെ പോലെ തന്നെ നിൽക്കുന്നു, വേറെ ഒന്നുമല്ല, മികച്ച സെക്കൻഡ് ഹാഫ് എന്ന് തന്നെ പറയാം. സിനിമ ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഞെട്ടിക്കുന്നു, പ്രകടനം അതിഗംഭീരമാണ്. എന്താണേലും ഇതിലെ എല്ലാ ആളുകളും, ഒരാളെ മാത്രം പ്രത്യേകം എടുത്തു പറയേണ്ട, എല്ലാവരും അതിഗംഭീരമായിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആണ്. അവരുടെ ചെറുപ്പവും അതേപോലെ ഓരോ കാലഘട്ടത്തിൽ കാണിക്കുന്നവരും എല്ലാം അതിഗംഭീരമായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ആ ഒരു കാസ്റ്റിങ്ങും പ്രകടനവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അഭിപ്രായങ്ങൾ. ഭൂരിഭാഗവും അങ്ങനെ തന്നെ പോകുന്നു. എങ്ങും ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ള അവസ്ഥ വരുന്നു. റെഡ് അലേർട്ടിലേക്ക് വരികയാണ്. എന്തായാലും ഭീകരമായിട്ടുള്ള ഒരു ഹിറ്റിലേക്ക് ഈ ഒരു സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ച് പൊളിക്കുക തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. തുടക്കം ഒരു കുറച്ച് പതുങ്ങിയതാണെങ്കിൽ പിന്നീട് ഏറ്റവും ഗംഭീരമായി പോകുന്നു. ആകെ ഒരു നെഗറ്റീവ് മാത്രമാണ് സിനിമയെക്കുറിച്ച് പറയാൻ ഇതിനകത്തിൽ ബാക്കിയുള്ള മിക്ക ആളുകളിൽ നിന്നും കിട്ടിയിരിക്കുന്ന അഭിപ്രായം വേറെ ഒന്നുമല്ല, സിനിമയുടെ ദൈർഘ്യം മാത്രമാണ്. അത് മാത്രമാണ് ഒരു നെഗറ്റീവായിട്ട് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ളത് തന്നെ പറയാം. 2.25 മണിക്കൂറോളമുണ്ട്. വേണമെങ്കിൽ അതൊരു 2.5 മണിക്കൂറിലാക്കാമായിരുന്നു, കുറച്ചും കൂടെ ക്രിസ്പി ആക്കാം. അല്ലാതെ വേറെ ഒന്നും തന്നെയില്ല. അല്ലാണ്ട് എല്ലാം കൊണ്ടും ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന, വളരെ എമോഷണലിയും കോമഡി വഴിയും എല്ലാവരെയും ടച്ച് ചെയ്യുന്ന സിനിമയെ തന്നെ ഈ ഒരു സിനിമ നിലനിൽക്കും. ഏപ്രിൽ മാസത്തിലെ അടുത്ത ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ വരുന്നു. ഈ സിനിമ 100 കോടി അടിക്കുമോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം. വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രീൻ മീഡിയാസ്.